അമൃത എനിക്ക് എന്നും സഹോദരിയായിരുന്നു. അവൾ അമ്പാട്ടെത്തിയ അന്നു മുതൽ എൻ്റെ സഹോദരിയായേ ഞാൻ കണ്ടിട്ടുള്ളൂ. സ്വത്തിൻ്റെ ഒരു ഓഹരി അവളുടെ പേരിൽ എഴുതി വച്ചപ്പോൾ മുതലാണ് അച്ഛനും അമ്മയ്ക്കും അവളോട് ദേഷ്യം ഉണ്ടായത്. പക്ഷെ അപ്പോഴും അവൾ എൻ്റെ കുഞ്ഞനിയത്തി തന്നെയായിരുന്നു. എന്നോട് എന്തും തുറന്നു പറയാൻ അവൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അവളുടെ പഠിപ്പ് നിർത്തിയപ്പോൾ ഞാൻ സാറുമാരോട് വീട്ടിൽ വന്ന് അച്ഛനോട് സംസാരിക്കാൻ പറയാനായി ഇരിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് മുൻപേ അവർ വീട്ടിൽ വന്ന് അച്ഛനോട് സംസാരിച്ചു. വിശാലിനെക്കുറിച്ച് അവൾ ആദ്യം എന്നോട് എല്ലാം പറഞ്ഞു. എൻ്റെ അനിയത്തിക്ക് തെറ്റുപറ്റാതിരിക്കാൻ ഞാനും നിങ്ങളെക്കുറിച്ച് തിരക്കി. ഒരു മോശം സ്വഭാവവും ഇല്ലാത്തൊരു പയ്യൻ എന്നറിഞ്ഞ ശേഷം ഞാൻ അവളോട് പറഞ്ഞു അവനെ വിശ്വസിക്കാമെന്ന്. പിന്നീട് അച്ഛൻ അവൾക്ക് അച്ഛനേക്കാൾ പ്രായമുള്ള ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ തന്നെ അവളോട് നമ്പർ വാങ്ങി തന്നെ വിളിച്ച് വിവാഹത്തിന് നിർബന്ധം പിടിച്ചതും ഒക്കെ എൻ്റെ സ്വാർത്ഥതയായിരുന്നു. അനിയത്തിയെ നല്ലൊരാളുടെ കൈകളിൽ എത്തിക്കാനുള്ള ഒരു ഏട്ടൻ്റെ സ്വാർത്ഥത. പക്ഷേ എന്നിട്ടും അവളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അന്ന് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഞാൻ നാട്ടിലെത്തി. അവൻ ആ ഓർമ്മകളിലേക്ക് പോയി. വിശാലിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടാണ് അമൃത റൂമിലേക്ക് ചെന്നത്. വിശേട്ടൻ ഫോൺ എടുക്കാൻ മറന്നിരിക്കുന്നു. അവൾ ഓർത്തു. ഫോൺ എടുക്കണോ വേണ്ടോ എന്ന് ശങ്കിച്ച് അവൾ നിന്നു. ഫോൺ ബെല്ലടിച്ച് നിന്നു. അവൾ പോകാൻ ഒരുങ്ങവേ ഫോൺ ഒരിക്കൽ കൂടി ശബ്ദിച്ചു. അത്യാവശ്യക്കാർ ആരെങ്കിലും ആകുമെന്ന് കരുതി അവൾ ഫോൺ എടുത്തു. ഹലോ ഹലോ വിശാൽ. വിശാലല്ല, അദ്ദേഹം പുറത്തു പോയിരിക്കുക. അമ്മ മോളെ, മിഥുനേട്ടനാ? ഏട്ടനായിരുന്നോ? അതേ മോളെ, ഞാൻ നാട്ടിലെത്തി. വിവാഹമൊക്കെ മംഗളായി നടന്നോ മോളെ? നടന്നേട്ടാ. എന്താ മോളെ, വിശാലിൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതല്ല ഏട്ടാ. എന്താ മോളെ, എന്താണെങ്കിലും പറ. വിവാഹം കഴിഞ്ഞ് വന്നപ്പോൾ അമ്മാവൻ വന്നിരുന്നു. എന്നിട്ട് എന്നെ പിടിച്ചു വലിച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി. ഇപ്പോൾ വിച്ചുവേട്ടനെ അമ്പാട്ടേക്ക് വിളിച്ചിരിക്കുക. എനിക്കെന്തോ പേടിയാകുന്നു. നീ പേടിക്കാതെ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞാൻ വിശാലിൻ്റെ വീട്ടിലേക്ക് വന്നാൽ നിന്നെ കാണാൻ പറ്റുമോ? ഏട്ടൻ വരുമോ എന്നെ കാണാൻ? ഞാനിതുവരെ വീട്ടിൽ പോലും പോയില്ല. നിന്നെയും വിശാലിനെയും കണ്ടിട്ടേ പോകൂ. എനിക്ക് അങ്ങോട്ടുള്ള വഴി അറിയില്ല. ഞാൻ ഒറ്റപ്പാലം ഇറങ്ങി നിൽക്കുക. വഴി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോ വന്നു നിന്നു. അതിൽ നിന്നും മിഥുൻ ഇറങ്ങി. അമൃത ഓടിച്ചെന്നു. ഏട്ടാ, ഏട്ടൻ എന്നെ കാണാൻ വന്നല്ലോ. ഞാൻ വരാതിരിക്കുമോ? കയറി വാ ഏട്ടാ. വിശാല് വന്നോ? ഇല്ല, ആരുമില്ല. എല്ലാവരും എന്തേ? അച്ഛൻ അമ്പലത്തിൽ പോയി, വിവാഹത്തിൻ്റെ കാര്യങ്ങൾ തീർക്കാൻ വേണ്ടി. അമ്മ കുളിക്കാൻ കുളത്തിൽ പോയി. ഏട്ടനിരിക്കെ, ഞാൻ ചായ എടുക്കാം. വേണ്ട മോളെ, ഏട്ടന് പെട്ടെന്ന് പോണം. മോളെ കാണാൻ വേണ്ടി വന്നതാ. ദാ ഇത് കുറച്ച് സ്വർണവും പണവുമാണ്. നീ ഒന്നും കൊണ്ടുവന്നില്ലെന്ന് ഇവർക്ക് തോന്നണ്ട. വേണ്ട ഏട്ടാ, ഇവരാരും അങ്ങനെയുള്ള ആളുകളല്ല. ഞാൻ മോൾക്ക് വേണ്ടി വാങ്ങിയതാ ഇത്. ഞാൻ വിച്ചുവേട്ടനോട് ചോദിക്കാതെ എങ്ങനെയാണ് വാങ്ങുന്ന ഏട്ടാ? ശരിയാ മോളെ, അങ്ങനെയാണ് വേണ്ടത്. ഏട്ടൻ അത് ഓർത്തില്ല. ഞാൻ വൈകുന്നേരം ഇറങ്ങാം. അപ്പോൾ വിശാലിനെ വീട്ടുകാരെയും ഒക്കെ കാണാമല്ലോ. പിന്നെ അമ്പാട്ടെ അവസ്ഥയും ഒന്ന് തിരക്കി വരാം. ശരി ഏട്ടാ. തിരിച്ചു പോകും വഴിയാണ് ഞാൻ ഓർത്തത് അവളോട് സംസാരിക്കുന്നതിനിടയിൽ ഞാൻ എൻ്റെ ഫോൺ അവിടെ എവിടെയോ വെച്ചുവെന്ന്. അതെടുക്കാനായി ഞാൻ വീണ്ടും തിരിച്ചു നടന്നു. ഞാൻ ചെല്ലുമ്പോൾ ഉമ്മറത്തൊരു ബൈക്കുണ്ട്. വിശാല വന്നുവെന്ന് കരുതി ഞാൻ അകത്തേക്ക് കയറി. അവിടെ കണ്ടതും കേട്ടതും എനിക്കിപ്പോഴും ഓർക്കാൻ വയ്യ. മിഥുൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിശാലിന് തല പെരുക്കുന്ന പോലെ തോന്നി. എന്താണ് താനീ കേൾക്കുന്നത്? ഇതാണോ സത്യം? അല്ല, അവൻ കള്ളം പറയുകയാണ്. ഒരിക്കലും ഇത് സത്യമല്ല. നിങ്ങൾ കുറ്റക്കാരനല്ലെന്നറിയാവുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമാണ് വിശാൽ. പക്ഷേ അന്ന് എനിക്കത് തുറന്നു പറയാൻ സാധിച്ചില്ല. ഒരുപക്ഷെ അതെൻ്റെ സ്വാർത്ഥതയാകാം. ഒരു കൊലപാതക കേസിൻ്റെ ദൃക്സാക്ഷിയായി ഞാൻ വന്നാൽ അതെൻ്റെ കരിയറിനെ ബാധിക്കുമെന്ന് ഞാൻ ഭയന്നു. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കുറ്റബോധം പേറിയാണ് ജീവിച്ചത്. കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാൾ കൂടി ഉണ്ടായിരുന്നു വിശാൽ. ആര്? തൻ്റെ അച്ഛൻ. ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ട് എല്ലാം പറഞ്ഞിരുന്നു. അതുകൊണ്ടാവാം അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കാത്തത്. മിഥുൻ, അപ്പോൾ താൻ പറഞ്ഞു വരുന്നത്? അതെ, അയാൾ തന്നെയാണ് നിൻ്റെ അച്ഛനെ. അവനറിയില്ല സത്യങ്ങളെല്ലാം അറിയുന്ന ആൾ ഞാനാണെന്ന്. ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനും ഇപ്പോൾ. പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല മിഥുൻ. വിശ്വസിക്കണം വിശാൽ. താനിപ്പോൾ ഒരു കുടുംബം നയിക്കുന്ന ആളാണ്.
പറയേണ്ടെന്ന് തന്നെയാണ് കരുതിയത്. പക്ഷെ എന്തോ അമൃത ആഗ്രഹിക്കുന്നു ഇതൊക്കെ താൻ അറിയാൻ. അങ്ങനെ എൻ്റെ മനസ്സ് പറഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് തൻ്റെ ജീവിതത്തെ ഒരിക്കലും ബാധിക്കരുത്. നിത്യ നല്ല കുട്ടിയാണ്. അവളെ വിഷമിപ്പിക്കരുത്. നിത്യയെ തനിക്ക് നിത്യയുടെ കൂട്ടുകാരി മീര ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയാ. നമ്മൾ എന്നും നല്ല സുഹൃത്തുക്കളായിരിക്കില്ലേ വിശാൽ? അവൻ കൈ നീട്ടു. വിശാൽ ഷേക്ക് ഹാൻഡ് നൽകി. വിശാൽ കുറേ നേരം വെയിറ്റ് ചെയ്ത ശേഷമാണ് നിത്യ ഒരുപാട് നേരമായോ വന്നിട്ട്? കുറച്ച്. എന്താ താമസിച്ചേ? ഇന്ന് ലീവായിട്ട് ഒരുപാട് വർക്ക് പെയിൻറ്റിങ് ആയിരുന്നു. എന്താ വിഷേട്ടിന് സുഖമില്ലേ? ഒന്നുമില്ല. നമുക്കൊരു ചായ കുടിച്ചാലോ വിഷേട്ടാ? കുടിക്കാം. എങ്കിൽ ആ തട്ടുകടയിൽ നിർത്തിയാൽ മതി. ശരി. അവൻ്റെ മൂഡ് ശരിയല്ലെന്ന് തോന്നിയതുകൊണ്ട് അവൾ പിന്നെ ഒന്നും ചോദിച്ചില്ല. അവൻ തട്ടുകടയുടെ മുൻപിൽ വണ്ടി നിർത്തി. നല്ല ചൂട് ചായയും മുളക് ബജിയുമായിരുന്നു അവർ കഴിച്ചത്. വീട്ടിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നിത്യ ഭക്ഷണം ഉണ്ടാക്കി. പൂരിയും ഉരുളക്കിഴങ്ങ് മസാലയുമായിരുന്നു ഭക്ഷണം. ഭക്ഷണം കഴിക്കുമ്പോഴും അവൻ മൗനമായിരുന്നു. കിടക്കാൻ നേരം നിത്യ കാര്യം തിരക്കി. എന്താ വിഷേട്ടാ, എന്തേലും ടെൻഷനുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞാൽ അത് കള്ളമാണ് നിത്യ. അപ്പം എന്തോ ഉണ്ട്. പക്ഷേ അത് താൻ അറിയാൻ സമയമായിട്ടില്ല. ഞാൻ സത്യം അറിഞ്ഞിട്ട് തന്നോട് പറയാം. മതി. പക്ഷെ ഇങ്ങനെ മൂടിയായിരിക്കാതെ. എനിക്ക് കണ്ടിട്ട് എന്തോ പോലെ. അവൾ അവൻ്റെ കവിളിൽ പിടിച്ചു പറഞ്ഞു. ശരി, അങ്ങനെ ഇരിക്കില്ല. പോരെ? മതി. എങ്കിലൊന്ന് ചിരിച്ചേ. അവൻ പുഞ്ചിരിച്ചു. അവൾ അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞുവെങ്കിലും അവൻ്റെ മനസ്സ് പ്രക്ഷുബ്ധമായിരുന്നു. സത്യം അറിയണം. മിഥുൻ കള്ളം പറയേണ്ട കാര്യമില്ല. അവൻ പറഞ്ഞത് സത്യമാണെങ്കിൽ താൻ മാപ്പ് കൊടുക്കില്ല ആ തെണ്ടിക്ക്. അവൻ്റെ അണപ്പല്ലുകൾ ഞെരിഞ്ഞു. രാവിലെ താൻ ഉണർന്നിട്ടും നിത്യ ഉണർന്നില്ലെന്ന് കണ്ട് വിശാൽ നിത്യയെ വിളിച്ചു. എന്തുപറ്റി? ഭയങ്കര വയറുവേദന. എഴുന്നേൽക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. എന്തുപറ്റി? ഇതെല്ലാ മാസവും വരുന്നതാണ് വിഷയേട്ടാ. ഓ അതാണോ? എങ്കിൽ താൻ കിടന്നോളൂ. കുറച്ചു കഴിഞ്ഞാൽ ഞാൻ എഴുന്നേറ്റോളാം. താൻ സാവധാനം എഴുന്നേറ്റാൽ മതി. അവൻ എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്നൊരു കോഫി ഇട്ട് അവൾക്ക് അരികിലേക്ക് ചെന്നു. നിത്യ ഇത് കുടിച്ചിട്ട് കിടക്ക്. വിഷയത്തിന് ബുദ്ധിമുട്ടായി അല്ലേ? ഞാൻ എഴുന്നേൽക്കാൻ പോവായിരുന്നു. താൻ കിടന്നു. അവൻ ബാത്റൂമിൽ പോയി കുളി കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് പോയി. അവൻ കിച്ചണിൽ പോയി മാവ് കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കി. ഫ്രിഡ്ജിൽ നിന്നും മുട്ടയെടുത്ത് കറി ഉണ്ടാക്കി. അപ്പോഴേക്ക് നിത്യ കുളിച്ച് ഹാളിലേക്ക് വന്നിരുന്നു. ഭക്ഷണം ഇന്ന് പുറത്തുനിന്ന് വാങ്ങാൻ വിഷേട്ടാ. സമയം പോയില്ലേ? അതൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ചു കാലം ബാച്ചിലറായിട്ട് ഞാൻ താമസിച്ചതല്ലേ. അപ്പോൾ അത്യാവശ്യം കുക്കിംഗ് ഒക്കെ എനിക്കറിയാം. അതിരിക്കട്ടെ, താനെന്താ ഡ്രസ്സൊക്കെ ചെയ്ത് എവിടെ പോകാൻ നിൽക്കുകയാണ്? അത് നല്ല ചോദ്യം. ഓഫീസിൽ പോകണ്ടേ? തനിക്ക് വയ്യാതിരിക്കുന്ന സമയമല്ലേ? ഇപ്പോൾ ഓഫീസിൽ പോയാൽ എങ്ങനെയാ? ഇന്ന് താൻ ലീവ് എടുക്കുക. ഞാനും ഉച്ചവരെ ലീവ് എടുക്കാം. ഇതൊക്കെ എല്ലാ മാസവും വരുന്നതല്ലേ. ഇതിനൊക്കെ ലീവ് എടുക്കാൻ തുടങ്ങിയാൽ അതിന് മാത്രമേ സമയം കാണൂ. എങ്കിലും വയ്യാതെ താൻ പോകണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അത്രയ്ക്കൊന്നുമില്ല. വയറുവേദന മാത്രമേ ഉള്ളൂ. അത് ഞാൻ മാനേജ് ചെയ്തോളാം. വിഷേട്ടൻ വേഗം പോയി റെഡി ആയിട്ട് വാ. ഞാൻ അപ്പോഴേക്കും ഭക്ഷണം വിളമ്പാം. അവൻ റെഡിയായി വന്നപ്പോഴേക്കും രണ്ടാളും സ്വാദോടെ ഭക്ഷണം കഴിച്ചു. നിത്യ ഓഫീസിന് മുൻപിൽ ഇറക്കുന്നതിന് മുൻപ് അവളുടെ കൈകൾ പിടിച്ചവൻ പറഞ്ഞു, എന്തെങ്കിലും വയ്യായ്ക തോന്നിയാൽ വീട്ടിലേക്ക് പോകണം. എന്നെ വിളിച്ചാൽ മതി. ഞാൻ അവിടേക്ക് വരാം. സമ്മതിച്ചു വാദിയാരെ. അന്ന് അവൾ ഓഫീസിലെത്തിയതിനു ശേഷം 2-3 പ്രാവശ്യം വിശാൽ ഫോണിൽ വിളിച്ച് അവളെ അന്വേഷിച്ചിരുന്നു. അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു. വിവാഹത്തിന് ശേഷം ആദ്യമായാണ് വിശാൽ ഇങ്ങനെ വിളിക്കുന്നത്. പെണ്ണിൻ്റെ വേദന അതേ ആഴത്തിൽ അറിയാൻ ഒരു പുരുഷന് മാത്രമേ അവളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയൂ. അവൾ ഓർത്തു, ദൈവം പോലും പെണ്ണിനെ ഭ്രഷ്ട് കൽപ്പിക്കുന്ന ഈ സമയത്ത് പെണ്ണിനെ ചേർത്ത് പിടിക്കുന്നവൻ ദൈവത്തേക്കാൾ വലിയവനാണ്. അവൾ ഓർത്തു. അവൾക്ക് അവനെക്കുറിച്ച് അഭിമാനം തോന്നി. വൈകുന്നേരം അവളെ കാത്ത് വിശാൽ നേരത്തെ തന്നെ ഓഫീസിന് മുൻപിൽ എത്തിയിരുന്നു. അവനെ കണ്ടതും സന്തോഷത്തോടെ അവൾ കാറിലേക്ക് കയറി. ചായ വേണോ? അവൻ ചോദിച്ചു. ഒരു ചായ കിട്ടിയാൽ കൊള്ളാം. എങ്കിൽ നമുക്ക് ആ തട്ടുകടയിൽ നിന്ന് കുടിക്കാം. അടുത്തുള്ള തട്ടുകട ചൂണ്ടി അവൻ പറഞ്ഞതും അവർ കാറിൽ നിന്നിറങ്ങി. ചുട മുളകാ ബജിയും ചായയും കുറിച്ചു. ശേഷം കാറിൽ കയറി. കാർ വീട്ടിലേക്കുള്ള വഴിയിൽ നിന്ന് തിരിഞ്ഞപ്പോൾ അവൾ സംശയഭാവത്തിൽ വിശാലിനെ നോക്കി. തനിക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്താണ്? അവൾ ചോദിച്ചു. എന്താണെന്ന് പറഞ്ഞാൽ അത് സർപ്രൈസ് ആകുമോ? അവൾ പിന്നീടും ഒന്നും പറഞ്ഞില്ല. ക്ഷീണം കൊണ്ട് അവൾ മയങ്ങിപ്പോയിരുന്നു. കണ്ണു തുറന്നപ്പോൾ വീട്ടിലേക്കുള്ള വഴി കണ്ട് അവൾ അന്തം വിട്ടു. നമ്മൾ വീട്ടിലേക്കാണോ? അവൾ അതിശയത്തോടെ വിശാലിനോട് ചോദിച്ചു. അതെ, തൻ്റെ വീട്ടിൽ 2 ദിവസം നിന്നിട്ട് അവിടെ നിന്ന് ഒറ്റപ്പാലത്തേക്ക്. എന്നോടെന്താ മുൻപേ പറയാഞ്ഞേ? ലീവ് പോലും ഞാൻ ചോദിച്ചില്ല. ലീവൊക്കെ താൻ മെയിൽ ചെയ്താൽ മതി. നാളെ സൺഡേ അല്ലേ? പിന്നെയുള്ള 3 ദിവസത്തെ കാര്യമല്ലേ? എങ്കിലും ഇത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി.
അപ്പം നമുക്ക് വേണ്ടി ഡ്രസ്സൊക്കെ എല്ലാം ഞാൻ പാക്ക് ചെയ്ത് ബാഗ് വെച്ചിട്ടുണ്ട്. അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. കാറ് ഗേറ്റ് കടന്ന് ചെന്നതും എല്ലാവരും കാത്തു നിൽപ്പുണ്ടായിരുന്നു. അപ്പം എല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ടാണ് അവൾ അവനോട് ചോദിച്ചു. അവൻ ചിരിച്ചു. 2 ദിവസം അവിടെ ചെലവഴിച്ചതിന് ശേഷം തിരികെ പോകാൻ അവർ തീരുമാനിച്ചത്. മകളുടെ ജീവിതം സുരക്ഷിതമാണെന്ന് മത്തായിച്ചനും തോന്നിയിരുന്നു. അയാൾക്ക് സന്തോഷം തോന്നി. തിരിച്ചൊറ്റപ്പാലത്തെത്തിയപ്പോൾ സന്തോഷത്തോടെയാണ് വിശാലിൻ്റെ അമ്മ ഇറങ്ങി വന്നത്. നിത്യയും വിശാലും തമ്മിലുള്ള ഇടപെടലിൽ നിന്നും അവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് അവർക്ക് തോന്നിയിരുന്നു. ആ മാതൃഹൃദയം നിറഞ്ഞു. വീട്ടിൽ വന്ന പാടെ വേഷം മാറി വിശാൽ നിരഞ്ജനെ കാണാനായി ഇറങ്ങി. വിശാലിനെ കണ്ടതും നിരഞ്ജന്റെ അമ്മ ഓടി വന്നു. നീ ഒറ്റയ്ക്കുള്ള മോനെ, മോളെ കൂടെ കൊണ്ടുവരാറുന്നില്ലേ? മറ്റൊരിക്കൽ കൊണ്ടുവരാം അമ്മേ. ഇപ്പം ഞാൻ അത്യാവശ്യമായി അവനെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. അവനെവിടെ? അവിടെ മുറിയിലിരിപ്പുണ്ട്. അവൻ അകത്തേക്ക് കയറി. അവനെ കണ്ടതും നിരഞ്ജൻ എഴുന്നേറ്റു. നീ എന്താ പതിവില്ലാതെ? പതിവില്ലാത്തത് പലതും സംഭവിക്കുമ്പോൾ പതിവില്ലാതെ വരേണ്ടി വരില്ലേ? എന്താണ് ഇങ്ങനൊക്കെ പറയുന്നേ? ഞാനൊരു കാര്യം പറയാം. ഞാൻ എല്ലാം അറിഞ്ഞിട്ടാണ് വരുന്നത്. മിഥുൻ എന്നെ കാണാൻ വന്നിരുന്നു. നിരഞ്ജൻ ശക്തമായി ഒന്ന് ഞെട്ടി. ഇനിയൊരു മുഖവര ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അറിഞ്ഞത് സത്യമാണോ എന്ന് മാത്രം എനിക്കറിയേണ്ടത്. എടാ അത് നിരഞ്ജൻ വാക്കുകൾക്കായി പരതി. സത്യമാണോ അല്ലയോ അത് മാത്രം നീ പറഞ്ഞാൽ മതി. സത്യമാണ്. എടാ നാറി, നിനക്ക് എങ്ങനെ എന്നോട് ചെയ്യാൻ തോന്നി? എന്തിന്? ആർക്കു വേണ്ടിയായിരുന്നു? നിരഞ്ജന്റെ കഴുത്തിൽ ശക്തമായി പിടിച്ചുകൊണ്ട് വിശാൽ ചോദിച്ചു. അവന് ശ്വാസതടസ്സമുണ്ടായി. പറയടാ, ആര് പറഞ്ഞിട്ടാ നീ അത് ചെയ്തത്? നിന്റെ അമ്മ. ശ്വാസം കിട്ടാതെ ഒരു വിധത്തിൽ നിരഞ്ജൻ പറഞ്ഞു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.